ഈ ഗോവർദ്ധനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയണം. അതോടൊപ്പം അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്നറിയണം. ബംഗളൂരുവിൽ നിന്നും കെ.ബി. ശ്രീധരനും തിരുവനന്തപുരത്ത് നിന്ന് എ.കെ. സ്റ്റെഫിനുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം കെ.ബി. ശ്രീധരനിലേക്ക്. ശ്രീധരൻ, ഇപ്പോൾ ഈ ഒരു പേര് ഗോവർദ്ധൻ എന്നുള്ള പേര് തുടക്കത്തിൽ പറഞ്ഞത് മാതൃഭൂമി ന്യൂസ് ആണ്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഈ ഒരു പേരുമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. ശ്രീധരനാണ് നേരിട്ട് ഫോണിലൂടെ ഇപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. ശരിക്കും ആരാണ് ഗോവർദ്ധൻ? എങ്ങനെയാണ് ഇയാൾക്ക് ഇതിൽ പങ്കുവരുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ എങ്ങനെയാണ് പോകുന്നത്? പൂജ, ഗുഡ് മോർണിംഗ്. ഈ ഗോവർദ്ധൻ എന്നുള്ളത് ഈ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിലെ അതീവ അയ്യപ്പ ഭക്തന്മാരുടെ, അതായത് അത്രയധികം അയ്യപ്പനെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ഭക്തന്മാരുടെ ഒരു പ്രതീകമാണ്. ഞാൻ ആ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ, അതായത് ബെല്ലാരിയിലെ റൊബ്ദം എന്ന് പറയുന്ന ഒരു ജ്വല്ലറി ഉടമയാണ് ഗോവർദ്ധൻ. അങ്ങനെയാണ് നമ്മൾ ഗോവർദ്ധനിലേക്ക് എത്തുന്നത്. ഏതായാലും ഗോവർദ്ധൻ പറയുന്നുണ്ട് പല കാര്യങ്ങളും. ക്യാമറയ്ക്ക് മുൻപിൽ വരാൻ തനിക്ക് താല്പര്യമില്ല, താൻ സ്ഥലത്തില്ല എന്നുള്ള ഒരു മറുപടിയാണ് ലഭിച്ചത്. മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ നമ്മൾ പോയി നിന്നിരുന്നു. ഒടുവിലാണ് ഒരു ശബ്ദ സന്ദേശം അയച്ചു തരാൻ അവർ തയ്യാറായതും. ഏതായാലും വർഷങ്ങളായി, ഏതാണ്ട് 10 വർഷത്തിലധികമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയാമെന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി തന്നെയാണ് ശബരിമലയിലേക്ക് ഈ സ്വർണം പൊതിയാനുള്ള വഴിപാട് താൻ ഏറ്റെടുക്കുന്നതെന്നുകൂടി ഗോവർദ്ധൻ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ശ്രീരാംപൂർ അമ്പലത്തിൽ നിന്നാണ് അദ്ദേഹത്തിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നത്. അതായത് നേരത്തെ ഈ അമ്പലത്തിൽ വെച്ചാണ് വാതിൽ നിർമ്മിച്ചതെന്നും അവിടെ നിന്ന് പിന്നീട് പ്ലേറ്റിങ്ങിനായിട്ട് കൊണ്ടുപോയതാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു. ഏതായാലും ഗോവർദ്ധൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഏതാണ്ട് 321 ഗ്രാം സ്വർണമാണ് ഗോവർദ്ധൻ നൽകിയിരിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ 200 ഗ്രാമും പിന്നീട് 121 ഗ്രാം സ്വർണം കൂടി കൈമാറിയെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇത്രയധികം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിൽ എത്ര സ്വർണം ഈ വാതിലിൽ വന്നു, അല്ലെങ്കിൽ എത്ര സ്വർണം ശബരിമലയിലേക്ക് എത്തി എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷണമൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പോൺസർമാരെയൊക്കെ വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പുകൾ എങ്ങനെയായിരിക്കും, ആ രീതിയിലുള്ള അന്വേഷണമൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ കെ.ബി. ശ്രീധരൻ ഈ ഗോവർദ്ധനുമായി സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നതും ഏറെക്കുറെ ആ കാര്യങ്ങളാണ് എന്നാണോ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് ഇയാളെ വെച്ചുകൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് ശബരിമലയിൽ ഈ പാളി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പ് അത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നതും. ആ രീതിയിൽ ചിന്തിക്കാമോ? സ്വാഭാവികമായിട്ട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത്. 2019 ഈ വാതിലിനടിയിൽ, കട്ടിളയ്ക്കും വാതിലിനും ഇടയിൽ ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് അത് ശരിയാക്കാൻ പുതിയ വാതിൽ നിർമ്മിക്കണം, അതിനുള്ള ഒരു അവസരമുണ്ട്, നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനോട് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടൊരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹം അത് വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. തുടർന്ന് പുതിയ മരമൊക്കെ എടുത്ത് ആ വാതിൽ പണിയുകയാണ്. ആ വാതിൽ പണിതത് ബംഗളൂരുവിൽ വെച്ചാണ്. ആ വാതിൽ പണിത വ്യക്തിയുമായി നമ്മളൊക്കെ അന്ന് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന്റെ പണം നൽകിയത്. അതായത് അവർക്ക് മുന്നിൽ താനാണ് ഇതിന്റെ സ്പോൺസർ എന്നുള്ള വ്യക്തി തീർക്കാനുള്ള ശ്രമം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ വാതിൽ പലയിടത്ത് കൊണ്ട് ചെന്നുവെച്ച് പൂജ ചെയ്യുന്നു. അങ്ങനെ ഇത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പിരിവ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി അവിടെ ബലപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ജയറാമിന്റെ വീട്ടിലൊക്കെ വാതിലെത്തിച്ച വാർത്ത നമ്മൾ കേട്ടിരുന്നു. ബംഗളൂരുവിൽ പലയിടത്തും ഇത് എത്തിച്ച് പൂജ നടത്തിയിട്ടുണ്ട്. ജാലഹള്ളി അമ്പലത്തിൽ ഇത് കൊണ്ടുവയ്ക്കാൻ, ബംഗളൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട അയ്യപ്പ ക്ഷേത്രമാണ്, അവിടെ കൊണ്ട് വെച്ച് ഒരു സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ തന്ത്രി ഇടപെട്ട് തടഞ്ഞു എന്നാണ് പിന്നീട് മനസ്സിലായത്. ഏതായാലും നിരവധി ഇടങ്ങളിൽ ഈ ശബരിമലയിലേക്കുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ശബരിമലയിൽ നിന്നുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ പിരിവ് നടത്തിയിട്ടുണ്ട് എന്നതിന്റെ കൂടുതൽ തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏതായാലും ശബരിമലയ്ക്കും അത്യാവശ്യം ധനികരായിട്ടുള്ള, വളരെ അധികം ആത്മാർത്ഥയോടുകൂടി ശബരിമലയെ കാണുന്ന അയ്യപ്പ ഭക്തർക്കും ഇടയിലെ ഒരു പാലമായി, അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വളർന്ന് വന്നത്. ഈ ബംഗളൂരുവിലെ പങ്കുണ്ട്. ആ രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ കെ.ബി.